അതെ, അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെൻറ്റിലേക്കുള്ള റെഡി ആവലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഷോസ്. ഈ ബസ്സിലാണ് നമ്മൾ നേരെ മണ്ഡപത്തിലോട്ട് പോയത്. പോണ വഴിക്കും വീഡിയോ എടുക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മുടെ മണവാട്ടി പെണ്ണ് അവിടെ അടിപൊളിയായി റെഡി ആയിട്ട് നിൽക്കുന്നത്. മണ്ഡപത്തിൻ്റെ കാര്യം പിന്നെ പറയാനല്ല, നൈസായിരുന്നു ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ മണവാളച്ചെക്കിനിങ്ങെത്തി. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലോ ഫുൾ ഓട്ടത്തിലായിരുന്നു. പിന്നീട് കല്യാണത്തിൻ്റെ ഓരോരോ ചടങ്ങുകളായിരുന്നു. നമ്മുടെ മണവാട്ടിപ്പെണ്ണ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻട്രി സോങ്. അത് നമ്മൾ നല്ല സൂപ്പറായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആവണിത്താലങ്ങളേന്തി രാഗതാളം തുടിക്കുന്ന രാവിൽ രാജകുമാരിക്കും ഗോപകുമാരനും മാംഗല്യമായി. അങ്ങനെ യൂസോളം വെയിറ്റ് ചെയ്ത ആ ബിഗ് മൊമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്, അവരുടെ മാരേജ്. ഒരുപാട് എതിർപ്പുകൾക്കൊടുവിൽ അവരങ്ങനെ അവരുടെ ഡെസ്റ്റിനി റീച്ച് ചെയ്തു. എവിടെ പോയാലും നമ്മൾ ട്രോളാൻ വേണ്ടി മാത്രം തുറക്കുന്ന കുറച്ച് പേരില്ലേ ഗൈസ്, അവരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രോളുകളെല്ലാം വാങ്ങി തളർന്നിരിക്കുന്ന അഞ്ജനാപ്പി. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, കാര്യപരിപാടിയിലേക്ക് പോകണ്ടേ. നമ്മളപ്പോൾ കൊല്ലം സദ്യയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ഈ ട്രിവാൻഡ്രം കൊല്ലം ആ ഒരു രീതിയിലുള്ള സദ്യ. രുചികളിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും സദ്യ കൊള്ളാം. ഇല കാലിയായ വിവരം ഞാൻ അറിഞ്ഞതേയില്ല. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കരഞ്ഞ് ഞങ്ങളുടെ കല്യാണപ്പെണ്ണും ഞങ്ങളോട് ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.